എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 46-ാം അധ്യായം. രാജാവും തിരുനാളുകളും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അകത്തെ അങ്കണത്തിൻ്റെ കിഴക്കേ പടിപ്പുര ജോലി ദിവസങ്ങൾ 6-ലും അടച്ചിരിക്കണം. സാബത്തിലും അമാവാസിയിലും അത് തുറന്നിടണം. രാജാവ് പുറത്തുനിന്ന് പടിപ്പുരയുടെ പൂമുഖത്തിൻ്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിച്ച് തൂണിനരികെ നിൽക്കണം. അവൻ്റെ ദഹനബലിയും സമാധാന ബലിയും പുരോഹിതന്മാർ അർപ്പിക്കണം. പടിപ്പുരയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം. അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം. എന്നാൽ വൈകുന്നേരം വരെ പടിപ്പുര വാതിൽ അടയ്ക്കരുത്. ജനം സാബത്തിലും അമാവാസിയിലും പടിപ്പുര വാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന നടത്തണം. സാബത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനബലി ഊനമറ്റ 6 ആട്ടിൻകുട്ടികളും ഒരു മുട്ടാടും ആയിരിക്കണം. ധാന്യബലിയായി മുട്ടാടിനോടൊപ്പം 1 ഏഫായും കുഞ്ഞാടുകളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും അവൻ നൽകണം. അമാവാസിയിൽ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും 6 ആട്ടിൻകുട്ടികളെയും 1 മുട്ടാടിനെയും അവൻ കാഴ്ച കൊടുക്കണം. കാളയോടും മുട്ടാടിനോടുമൊപ്പം ഓരോ ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ധാന്യബലിയായി കൊടുക്കണം. രാജാവ് പടിപ്പുരയുടെ പൂമുഖത്തിലെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പടിപ്പുരയിലൂടെയും തെക്കേതിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേതിലൂടെയും പുറത്തു പോകണം. താൻ പ്രവേശിച്ച പടിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ളതിലൂടെ വേണം പുറത്തു പോകാൻ. അവരകത്ത് കടക്കുമ്പോൾ രാജാവും അവരോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോകുകയും വേണം. തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യബലി കാളക്കുട്ടിയോടും മുട്ടാടിനോടുമൊപ്പം 1 ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം ഓരോരുത്തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ആയിരിക്കും. രാജാവ് ദഹനബലിയോ സമാധാന ബലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുമ്പോൾ കിഴക്കേ പടിപ്പുര അവനു വേണ്ടി തുറന്നു കൊടുക്കണം. സാബത്തിൽ ചെയ്യാറുള്ളതുപോലെ തൻ്റെ ദഹനബലിയും സമാധാന ബലിയും അവൻ സമർപ്പിക്കണം. അതു കഴിഞ്ഞ് പുറത്തു പോകണം. അതിനുശേഷം പടിപ്പുര അടയ്ക്കുകയും വേണം. അവൻ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ ഓരോ ആട്ടിൻകുട്ടിയെ ദിവസേന കർത്താവിന് കൊടുക്കണം. ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ. അതിനോടൊപ്പം 6-ൽ-1 ഏഫായും മാവ് കുഴയ്ക്കാൻ 3-ൽ-1 ഹിൻ എണ്ണയും ധാന്യബലിയായി അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം. ദിനംതോറുമുള്ള ബലിയുടെ നിയമമാണിത്. ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യബലിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ദഹനബലിക്കായി നൽകണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രാജാവ് തൻ്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ പൈതൃക അവകാശത്തിൽ നിന്ന് 1 സമ്മാനം കൊടുത്താൽ അത് അവൻ്റേതായിരിക്കും. അത് അവന് പൈതൃക സ്വത്തായിരിക്കും. അവൻ തൻ്റെ പിതൃസ്വത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ ഒരുവന് 1 സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവൻ്റേതായിരിക്കും. അതിനുശേഷം അത് തിരികെ കൊടുക്കണം. രാജാവിൻ്റെ പിതൃസ്വത്തിൽ നിന്നുള്ള സമ്മാനം അവൻ്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ്. ജനത്തെ അവരുടെ സ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അവരുടെ പൈതൃക അവകാശം കൈവശപ്പെടുത്താൻ പാടില്ല. സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃക അവകാശം നൽകേണ്ടത്. അങ്ങനെയാവുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല. അതിനുശേഷം അവൻ എന്നെ പടിപ്പുരയുടെ പാർശ്വ കവാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക് കൊണ്ടുവന്നു. അവയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രായശ്ചിത്ത ബലിയും പാപപരിഹാര ബലിയും വേവിക്കുകയും ധാന്യബലി ചുടുകയും ചെയ്യേണ്ട സ്ഥലമാണ് ഇത്. പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിൻ്റെ 4 കോണുകളിലേക്കും നയിച്ചു. അങ്കണത്തിൻ്റെ ഓരോ കോണിലും ഓരോ അങ്കണം ഉണ്ടായിരുന്നു. 40 മുഴം നീളവും
30 മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം 4 കോണിലുമുണ്ടായിരുന്നു. അവ ഒരേ വലിപ്പത്തിലായിരുന്നു. 4 അങ്കണങ്ങളുടെയും ഉൾവശത്ത് ചുറ്റിലും കൽഭിത്തി കെട്ടിയിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ജനത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത്. 47-ാം അധ്യായം. ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ, ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. മീൻപിടുത്തക്കാർ ആ കടൽക്കരെ നിൽക്കും. എൻഗേദി മുതൽ എഗ്ലായിം വരെ വല വീശാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മഹാസമുദ്രത്തിലെ പോലെ വിവിധ തരം മത്സ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല. ഉപ്പിനു വേണ്ടി അവ മാറ്റിവെച്ചിരിക്കുന്നു. നദിയുടെ ഇരുകരങ്ങളിലും എല്ലാ തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. ദേശത്തിൻ്റെ അതിരുകൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കിടയിൽ നീ ദേശം വിഭജിക്കുന്നത് ഇപ്രകാരം ആയിരിക്കണം. ജോസഫിന് 2 പങ്കുണ്ടായിരിക്കണം. നിങ്ങളത് തുല്യമായി വേണം ഭാഗിക്കാൻ. ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. പൈതൃക അവകാശമായി നിങ്ങൾക്ക് ഇത് ലഭിക്കും. ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം. വടക്കോട്ട് മഹാസമുദ്രം മുതൽ ഹെത്ലോൺ വഴി ഹമാത്തിൻ്റെ അതിർത്തി വരെ. അവിടെ നിന്ന് സെദാദ്, ബറോത്ത, ദമാസ്കസിൻ്റെയും ഹമാത്തിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിബ്രായിം, ഹൗറാൻ്റെ അതിർത്തിയിലുള്ള ഹാസർ, ഹത്തിക്കോൻ എന്നിവ വരെയും. അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും അതിനു വടക്കുള്ള ഹമാത്തിൻ്റെ അതിർത്തി വരെയും. ഇതാണ് വടക്കേ അതിര്. കിഴക്കേ അതിർത്തി ദമാസ്കസിൻ്റെയും ഹൗറാൻ്റെയും ഇടയ്ക്കുള്ള ഹസാർ ഏനോൻ മുതൽ ഇസ്രായേൽ ദേശത്തിനും ഗിലയാദിനും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്കേ കടലും താമാറും വരെയും. ഇതായിരിക്കണം കിഴക്കേ അതിര്. തെക്കേ അതിർത്തി താമാർ മുതൽ മെരിബാത്ത് കാദേശിലെ ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോടുവഴി മഹാസമുദ്രം വരെയും. ഇതായിരിക്കണം തെക്കേ അതിർത്തി. ഹമാത്തിൻ്റെ കവാടത്തിന് നേരെ വരെ മഹാസമുദ്രമായിരിക്കണം പടിഞ്ഞാറേ അതിർത്തി. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ ഈ ദേശം വിഭജിച്ചെടുക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ താമസിക്കവേ കുട്ടികൾ ജനിച്ച്
അവിടെ പാർക്കുന്ന വിദേശീയർക്കും പൈതൃകാവകാശമായി അത് പങ്കുവെക്കണം. അവർ നിങ്ങൾക്ക് സ്വദേശീയരായ ഇസ്രായേൽ മക്കളെ പോലെ ആയിരിക്കണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം അവർക്കും ഒരവകാശം ലഭിക്കണം. പരദേശി പാർക്കുന്ന ഗോത്രം ഏതോ ആ ഗോത്രത്തിൽ തന്നെ അവന് ഓഹരി കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 48-ാം അധ്യായം. ഗോത്രങ്ങളുടെ ഓഹരി. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്. വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്ലോൺ വഴി ഹമാത്തിന്റെ കവാടം വരെയും, ഹമാത്തിനു നേരെ ദമാസ്കസിന്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും കിഴക്കു പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാൻ ആണ് ഒരു ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആശീറിന്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത്. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ മനാസയുടെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിന്റെ അവകാശം. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ റൂബന്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ യൂദായുടെ ഓഹരി. വിശുദ്ധ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിന്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്കു പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവെക്കുന്ന ഒരു ഭാഗം. അതിനു മധ്യയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥലത്തിന്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും ആയിരിക്കണം. വിശുദ്ധ ഓഹരിയായി നീക്കിവെക്കേണ്ടത് ഇവയാണ്: വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും, കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവെക്കണം. അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ സാദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണിത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഒരു ഓഹരി ലേവ്യർക്കുണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവരത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിൻ്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്. നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം. അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 4,500 മുഴം വീതം. നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധ ഓഹരിയുടെ അരികു ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും 10,000 മുഴം വീതമായിരിക്കണം. അവിടത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ നീക്കിവെക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്തു നിന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറേ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കും. നഗരത്തിൻ്റെയും ലേവ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും. മറ്റു ഗോത്രങ്ങളുടെ ഓഹരി. ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി. കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമയോന്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ ഇസാക്കറിൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂന്റെ ഓഹരി. അതിനോട് ചേർന്ന്
കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി. ഗാദിൻ്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെറിബത്ത് കാദേശ് ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃക അവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശം ഇതാണ്. ഇവയാണ് അവരുടെ ഓഹരികൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ജെറുസലേം കവാടങ്ങൾ. പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ. 4500 മുഴം നീളമുള്ള വടക്ക് വശത്ത് 3 കവാടങ്ങൾ, റൂബന്റെയും യൂദായുടെയും ലേവിയുടെയും ഓരോന്ന്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക. 4500 മുഴം നീളമുള്ള കിഴക്കുവശത്ത് 3 കവാടങ്ങൾ, ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിൻ്റെയും. 4500 മുഴം നീളമുള്ള തെക്കുവശത്ത് 3 കവാടങ്ങൾ, ശിമയോൻ്റെയും ഇസാക്കറിൻ്റെയും സെബുലൂൻ്റെയും. 4500 മുഴം നീളമുള്ള പടിഞ്ഞാറ് വശത്ത് 3 കവാടങ്ങൾ, ഗാദിൻ്റെയും ആശേറിൻ്റെയും നഫ്താലിയുടെയും. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നായിരിക്കും.